സുവിശേഷീകരണം അത് നേരിടുന്ന പീഡനങ്ങള്, ഉപദ്രവങ്ങള്, അനേകയിടത്ത് ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു. ഇതിനെ പറ്റിയുള്ള പാസ്റ്ററിന്റെ ഒരു മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവ് പന്തിരി വരെ അയക്കുന്നില്ലേ? കർത്താവ് എന്തെങ്കിലും മറച്ചു വെച്ചു? കർത്താവ് പറയുന്നത് ചെന്നായ്ക്കളുടെ നടുവിൽ ആടുകളെ പോലെ വിടും. ചെന്നായ്ക്കളുടെ നടുവിൽ ആടി എന്നുള്ള അനുഭവം എന്തോ ഇവരുടെ കരുതലിനെ കുറിച്ച് പറയുന്നുണ്ട് ഇല്ലേ? നിങ്ങൾ വഴിയിൽ മടി പഠിശീലയും പൊക്കോണം ഒന്നും വേണ്ട, ശരി പോലും വേണ്ട, എല്ലാം കരുതലുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ദൈവത്തിൻ്റെ ഒരു പ്രൊവിഷൻ നോക്കിയാൽ അതിനകത്ത് അതെല്ലാം ഉണ്ട്. എന്നിട്ട് പറയും ന്യായാധിപ സഭകളുടെ മുമ്പിൽ നിങ്ങൾ പിടിക്കപ്പെടും, ചേവകരാൽ പിടിക്കപ്പെടും. അവിടെ നിങ്ങൾ എന്തോ പറയേണ്ടതെന്ന് എൻ്റെ പിതാവായ ദൈവം അല്ലേ, പിതാവിൻ്റെ ആത്മാവ് നിങ്ങളെ വെളിപ്പെടുത്തും. അപ്പം പീഡനങ്ങളുണ്ട്. യാക്കോബിൻ്റെ ലേഖനം എന്ന് പറയുന്നത് സഹോദരന്മാരെ, വിവിധ പരീക്ഷകളിൽ നിങ്ങൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന അശേഷം സന്തോഷമെന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? പീഡിപ്പിക്കും തോറും ജനം വർദ്ധിച്ചു എന്ന് പറഞ്ഞല്ലേ? അപ്പൊ ഈ പീഡനങ്ങൾ ദൈവം അയക്കുന്നത് തന്നെയാണ് നമ്മെ കരുത്തരാക്കാൻ.